CJP നേതാവ് ഫ്രെഡി ഫ്രാൻസിസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഫ്രെഡി, ഈ സമരത്തിൻ്റെ വിജയം അത് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഐതിഹാസികമായിട്ടുള്ള വിജയമാണ്. ഇങ്ങനെ ഒരു രാജി പ്രതീക്ഷിച്ചിരുന്നോ ഈ ചർച്ചയ്ക്ക് മുൻപ്? രാജി പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇത് യുവാക്കളുടെ ഒരു സമരമാണ്. യുവാക്കളുടെ സമരം കേൾക്കുക എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്റെയും രാഷ്ട്രീയക്കാരന്റെയും ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോ ഇത് യുവാക്കളുടെ വിജയമാണ്. പിന്നെ എല്ലാ മലയാളികളായിട്ടുള്ള എല്ലാ കോക്രോച്ച് ജനതാ പാർട്ടിയെ എന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ യുവാക്കൾക്കും നന്ദി, എല്ലാ മാതാപിതാക്കൾക്കും നന്ദി, നമ്മളോട് കൂടെ ഇത്രയും നാൾ സഞ്ചരിച്ച എല്ലാവർക്കും വളരെ നന്ദി, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കും. ഫ്രെഡി, ഇപ്പോൾ അഭിജിത്ത് ദിബ്കെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. മറ്റ് രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വാക്കാൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അവിടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റ മുറിവുകൾ, അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ, ശാരീരികമായിട്ടുള്ള ഏറ്റ മർദ്ദനം, ഇതിനൊക്കെ ഉത്തരവാദികളായിട്ടുള്ള പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്ന്. അപ്പോൾ മറ്റാവശ്യങ്ങൾ കൂടി ഇനി നിങ്ങൾ ഡിമാൻഡായി വെക്കുകയാണോ? അതിലൊരു രേഖാമൂലമുള്ള എന്ത് ഉറപ്പാണ് ഇനി കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാകേണ്ടത്? വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം, അതെങ്ങനെയെന്ന് വരുന്ന ദിവസങ്ങളിൽ നോക്കാം. ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ദിബ്കയുടെ ഭാഗത്ത് തന്നെ വരും. എന്തായാലും ഈ സമരത്തിന് മുന്നിൽ ഗത്യന്തരമില്ലാതെ മുട്ടുമടക്കുകയായിരുന്നു. യുവാക്കളുടെ ശബ്ദമാണ്. അപ്പോ യുവാക്കളുടെ ശബ്ദം എത്ര നാള് കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റും. അതായത് ഇതൊരു ഉദാഹരണമാണ്. അത് ഏകാധിപത്യ സമീപനം എടുത്ത് പോകുന്ന ഏത് സർക്കാരുകൾക്കും ഇതൊരു പാഠമാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് ജനത്തിന് ഒരു വോയിസ് ഉണ്ട്. അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ സംവിധാനത്തിലൂടെ ജയിച്ചു വന്ന ഏതൊരു സർക്കാരിന്റെയും ഉത്തരവാദിത്വം. ഇനിയൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരണം എങ്കിൽ കൂടിയും CJP എന്ന ആ ഒരു മൂവ്മെന്റിന്റെ ഒരു പ്രസക്തി ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കും? നോക്കാം, നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നോക്കാം. ശരി, വളരെയധികം നന്ദി ഫ്രെഡി ഫ്രാൻസിസ്.